വെൽക്കം ബാക്ക് ടു BSc പീഡിക. നമ്മൾ ഇന്ന് നോക്കുന്നത് 2026 നടന്ന T20 വേൾഡ് കപ്പാണ്. T20 വേൾഡ് കപ്പ് ആരംഭിച്ചത് 2007 ദക്ഷിണാഫ്രിക്കയായിരുന്നു വേദി. പ്രഥമ ജേതാക്കൾ ഇന്ത്യയാണ് പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. നമുക്കറിയാം, ഓരോ 2 വർഷം കൂടുമ്പോഴുമാണ് T20 വേൾഡ് കപ്പ് നടക്കുന്നത്. 2026 നടന്നത് 10ാമത്തെ എഡിഷനായിരുന്നു. 2026 ഫെബ്രുവരി 7 മുതൽ മാർച്ച് 8 വരെയാണ് നടന്നത്. 2026 വേദി ഇന്ത്യയും ശ്രീലങ്കയായിരുന്നു. ഇതിനു മുമ്പ് 2016 ഇന്ത്യയും 2012 ശ്രീലങ്കയും വേദിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയത് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ 2020 വേൾഡ് കപ്പ് ആരംഭിച്ചത് 2007 ദക്ഷിണാഫ്രിക്കയായിരുന്നു വേദി. ആദ്യത്തെ ജേതാക്കൾ ഇന്ത്യയായിരുന്നു. പാകിസ്ഥാനെയാണ് പരാജയപ്പെടുത്തിയത്. ഓരോ 2 വർഷം കൂടുമ്പോഴുമാണ് T20 വേൾഡ് കപ്പ് നടക്കുന്നത്. 2026 നടന്നത് 10ാമത്തെ എഡിഷനായിരുന്നു. അതിൻ്റെ വേദി ശ്രീലങ്കയും ഇന്ത്യയും ആയിരുന്നു. ഇതിനു മുമ്പ് 2016 ഇന്ത്യയും 2012 ശ്രീലങ്കയും വേദിയായിട്ടുണ്ട്. ICC വേൾഡ് കപ്പ് 2026 വേദി ഇന്ത്യ ശ്രീലങ്കയായിരുന്നു. 20 ടീമുകളാണ് മത്സരിച്ചത്. മത്സരങ്ങൾ 55 എണ്ണമായിരുന്നു. 55 മത്സരങ്ങൾ നടന്നു. ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ രോഹിത് ശർമ്മയായിരുന്നു. ICC വേൾഡ് കപ്പ് 2026 ബ്രാൻഡ് അംബാസഡർ രോഹിത് ശർമ്മയായിരുന്നു. ഒഫീഷ്യൽ സോങ് ഫീൽ ദ ത്രിൽ എന്നായിരുന്നു. ഫീൽ ദ ത്രിൽ എന്നാണ് ഒഫീഷ്യൽ സോങ്. അനിരുദ്ധ് രവിചന്ദ്രനാണ് ഇത് ചിട്ടപ്പെടുത്തിയത്. പിന്നെ ഫൈനൽ വേദി അഹമ്മദാബാദിലെ നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയം ആയിരുന്നു. അപ്പോൾ വേദി ഇന്ത്യ ശ്രീലങ്കയായിരുന്നു. ടീമുകൾ 20, മത്സരങ്ങൾ 55. ഫൈനൽ മത്സരങ്ങൾ ഉൾപ്പെടെ 55 മത്സരങ്ങളുണ്ടായിരുന്നു. 2026 T20 വേൾഡ് കപ്പ് ബ്രാൻഡ് അംബാസഡർ രോഹിത് ശർമ്മയായിരുന്നു. ഒഫീഷ്യൽ സോങ് ഫീൽ ദ ത്രില്ലാണ്. അനിരുദ്ധ് രവിചന്ദ്രനാണ് സോങ് ചിട്ടപ്പെടുത്തിയത്. ഫൈനൽ വേദി അഹമ്മദാബാദിലെ നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയം ആയിരുന്നു. ഇന്ത്യ 3ാം തവണയാണ് കിരീടം നേടുന്നത്. അപ്പോൾ ICC 2020 വേൾഡ് കപ്പ് 2026 വിജയികളായത് ഇന്ത്യയാണ്. ഫൈനലിൽ ഏറ്റുമുട്ടിയത് ഇന്ത്യയും ന്യൂസിലൻഡുമായിരുന്നു. ഇന്ത്യ 255 റൺസ് നേടി 96 റൺസിന് വിജയിച്ചു. റണ്ണറപ്പായത് നമുക്കറിയാം ന്യൂസിലൻഡ്. ഇന്ത്യ കിരീടം നേടിയ വർഷങ്ങൾ 2007, 2024, 2026 വർഷങ്ങളിലാണ് ഇന്ത്യ ചാമ്പ്യന്മാരായത്. ഇപ്പോൾ ഫൈനലിൽ ഏറ്റുമുട്ടിയത് ഇന്ത്യയും ന്യൂസിലൻഡുമാണ്. ഇന്ത്യയാണ് വിജയികളായത്. 255 റൺസാണ് ഇന്ത്യ നേടിയത്. 96 റൺസിന് വിജയിച്ചു. റണ്ണറപ്പായത് ന്യൂസിലൻഡ്. ഇന്ത്യ കിരീടം നേടിയ വർഷങ്ങൾ 2007, 2024, 2026 വർഷമാണ്. ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആയിരുന്നു. ഇന്ത്യൻ ടീം കോച്ച് ഗൗതം ഗംഭീർ ആയിരുന്നു. ന്യൂസിലൻഡ് ടീം ക്യാപ്റ്റൻ മിച്ചൽ സാന്റനറും ആയിരുന്നു. ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, ഇന്ത്യൻ ടീമിൻ്റെ കോച്ച് ഗൗതം ഗംഭീർ, ന്യൂസിലൻഡ് ടീം ക്യാപ്റ്റൻ മിച്ചൽ സാന്റനർ. ഇനി ഫൈനലിലെ താരം മാൻ ഓഫ് ദ മാച്ച് ജസ്പ്രീത് ബുംറയാണ്. ടൂർണമെൻറ്റിലെ താരം മാൻ ഓഫ് ദ ടൂർണമെൻറ്റ് നമ്മുടെ സഞ്ജു സാംസൺ ആയിരുന്നു. 321 റൺസാണ് സഞ്ജു നേടിയത്. 5 മത്സരങ്ങളാണ് കളിച്ചത്. അതിന് 321 റൺസ് നേടി. ഇനി കൂടുതൽ റൺസ് നേടിയത് സാഹിബ് സാദ ഫർഹാൻ ആയിരുന്നു. പാകിസ്ഥാൻ താരം സാഹിബ് സാദ ഫർഹാനാണ് കൂടുതൽ റൺസ് നേടിയത്. 383 റൺസ്. ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയത് ജസ്പ്രീത് ബുംറയും വരുൺ ചക്രവർത്തിയാണ്. 14 വിക്കറ്റുകൾ വീതം. ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയത് ജസ്പ്രീത് ബുംറയും വരുൺ ചക്രവർത്തിയുമാണ്. ഫൈനലിലെ താരം ജസ്പ്രീത് ബുംറ, ടൂർണമെന്റിലെ താരം സഞ്ജു സാംസൺ. കൂടുതൽ റൺസ് നേടിയത് സാഹിദ് സദാ ഫർഹാൻ. ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ ജസ്പ്രീത് ബുംറയും വരുൺ ചക്രവർത്തിയുമാണ് നേടിയത്. ഈ T20 ലോകകപ്പ് മത്സരം നിയന്ത്രിച്ച ആദ്യ മലയാളി അമ്പയർ KN പത്മനാഭനാണ്. T20 ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ താരം ഫിൻ അലനാണ്. ന്യൂസിലൻഡിൻ്റെ ഫിൻ അലനാണ് T20 ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ താരം. ഇനി നമുക്ക് T20 വേൾഡ് കപ്പിലെ ഇന്ത്യൻ നേട്ടങ്ങൾ നോക്കാം. ഏറ്റവും കൂടുതൽ തവണ T20 കിരീടം നേടിയ ടീമായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. 3 തവണയാണെന്ന് നമ്മൾ പറഞ്ഞു. 2007, 2024, 2026 വർഷങ്ങളിലായി ഏറ്റവും കൂടുതൽ തവണ T20 കിരീടം നേടിയ ടീമായി ഇന്ത്യ മാറി. തുടർച്ചയായി 2 കിരീടങ്ങൾ നേടുന്ന ആദ്യ ടീമും ഇന്ത്യയാണ്. 2024, 2026 തുടർച്ചയായി 2 കിരീടങ്ങൾ നേടുന്ന ആദ്യ ടീം ഇന്ത്യയായി. കിരീടം നേടുന്ന ആതിഥേയ രാജ്യവും ഇന്ത്യയാണ്. ഇതുവരെ ഒരു ആതിഥേയ രാജ്യം കിരീടം നേടിയിട്ടില്ലായിരുന്നു. അപ്പം കിരീടം നേടുന്ന ആതിഥേയ രാജ്യം ഇന്ത്യയാണ്. ഒരു T20 ലോകകപ്പ് ഫൈനലിൽ ഒരു ടീം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോർ എന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ്. 255 റൺസാണ് ഇന്ത്യ ഫൈനലിൽ നേടിയത്. അപ്പോൾ ഒരു T20 ലോകകപ്പ് ഫൈനലിൽ ഒരു ടീം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോർ എന്ന നേട്ടം ഇന്ത്യ സ്വന്തമാക്കി. ഇനി നമുക്ക് ഈ മത്സരത്തിലെ സഞ്ജു സാംസന്റെ നേട്ടങ്ങൾ നോക്കാം. സഞ്ജുവിൻ്റെ സ്വദേശം തിരുവനന്തപുരം വിഴിഞ്ഞമാണ്. IPL ടീം ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിലാണ് സഞ്ജു സാംസൺ. T20 ലോകകപ്പിൽ ടൂർണമെന്റിലെ താരമായി മാറുന്ന 3ാമത്തെ ഇന്ത്യൻ താരമാണ് സഞ്ജു സാംസൺ. 1ാമത് വിരാട് കോഹ്ലി, 2 ജസ്പ്രീത് ബുംറ, 3 സഞ്ജു സാംസൺ. T20 ലോകകപ്പിൽ ടൂർണമെന്റിലെ താരമായി മാറുന്ന 3ാമത്തെ ഇന്ത്യൻ താരമാണ് സഞ്ജു സാംസൺ.
ഇനി T20 ലോകകപ്പ് ഫൈനലിൽ ഒരു താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്കോർ സഞ്ജുവിൻ്റെ പേരിലാണ്. 89 റൺസ്. T20 ലോകകപ്പ് ഫൈനലിൽ ഒരു താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്കോർ 89 റൺസ്. അത് സഞ്ജുവിൻ്റെ പേരിലാണ്. T20 ലോകകപ്പ് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസുകൾ നേടുന്ന ഇന്ത്യൻ താരം സഞ്ജു സാംസൺ ആണ്. 321 റൺസാണ്. 5 മത്സരത്തിൽ നിന്ന് 321 റൺസാണ് എടുത്തത്. T20 ലോകകപ്പിൽ ടൂർണമെന്റിൽ ഒരു എഡിഷനിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരവും സഞ്ജു സാംസൺ ആണ്. 24 സിക്സറുകളാണ് സഞ്ജു നേടിയത്. T20 ലോകകപ്പിൽ ടൂർണമെന്റിൽ ഒരു എഡിഷനിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരം സഞ്ജു ആണ്. അടുത്തത് T20 ലോകകപ്പിന്റെ സെമി ഫൈനലിലും അർദ്ധ സെഞ്ചുറി നേടുന്ന മൂന്നാമത്തെ താരമായിട്ട് സഞ്ജു മാറിയിരിക്കുകയാണ്. T20 ലോകകപ്പിന്റെ സെമി ഫൈനലിലും അർദ്ധ സെഞ്ചുറി നേടുന്ന മൂന്നാമത്തെ താരമാണ് സഞ്ജു. ഒന്നാമത്തേത് വിരാട് കോഹ്ലിയാണ്. രണ്ടാമത്തെ ഷാഹിദ് അഫ്രീദിയാണ്. പാകിസ്ഥാന്റെ ഷാഹിദ് അഫ്രീദിയാണ്. മൂന്നാമത്തെ പേര് സഞ്ജു സാംസന്റെയാണ്. ഇനി T20 ലോകകപ്പിൽ തുടർച്ചയായി 3 അർദ്ധ സെഞ്ചുറികൾ നേടുന്ന 7ാമത്തെ താരമാണ് സഞ്ജു സാംസൺ. T20 ലോകകപ്പിൽ തുടർച്ചയായി 3 അർദ്ധ സെഞ്ചുറികൾ നേടുന്ന 7ാമത്തെ താരമാണ് സഞ്ജു. അടുത്തത് നിലവിൽ ICC ചെയർമാൻ ജയ്ഷായാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ നിലവിലെ ചെയർമാൻ ജയ്ഷായാണ്. ICCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ദുബായി ആണ്. ICCയുടെ ചെയർമാൻ ജയ്ഷായാണ്. ഇനി BCCI പ്രസിഡന്റ് മിഥുൻ മൻഹാസ് ആണ്. നമുക്കറിയാം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നയിക്കുന്ന സ്ഥാപനമാണ് BCCI. BCCIയുടെ ഫുൾ ഫോം ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ എന്നാണ്. BCCIയുടെ വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ലയാണ്. BCCI സെക്രട്ടറി ദേവജിത് സായ്ക്കിയാണ്. BCCIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയാണ്. അപ്പോൾ നമ്മൾ നോക്കിയത് നിലവിൽ ICC ചെയർമാൻ ജയ്ഷായാണ്. ICCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ദുബായ് ആണ്. BCCI പ്രസിഡന്റ് മിഥുൻ മൻഹാസ് ആണ്. BCCI വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ല. BCCI സെക്രട്ടറി ദേവജിത് സായ്ക്കിയ. BCCI ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ ആണ്. 2 വർഷം കൂടുമ്പോഴാണ് ICC T20 വേൾഡ് കപ്പ് നടക്കുന്നതെന്ന് പറഞ്ഞു. 2026 നമ്മളിപ്പോൾ നോക്കിയത്. 2028 ഇനി T20 വേൾഡ് കപ്പിൻ്റെ വേദിയാവാൻ പോകുന്നത് ഓസ്ട്രേലിയയും ന്യൂസിലൻഡുമാണ്. 2028 T20 വേൾഡ് കപ്പ് വേദി ഓസ്ട്രേലിയയും ന്യൂസിലൻഡുമാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയത് 2026 നടന്ന ICC T20 വേൾഡ് കപ്പിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.